വളരെ കുറച്ച് പേര് എന്നോട് ചോദിച്ച സോയാബീൻ കറിന്റെ റെസിപ്പി ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ വീഡിയോയില്. നമുക്കിന്ന് ഇടിയപ്പമാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന്. എന്റെ സിക്കൊക്കെ മാറിയോ എന്നുള്ള കമന്റ്സും മെസ്സേജസ് എല്ലാം വരുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ. ഇപ്പൊ റിക്കവറി സ്റ്റേജിലാണ്, സൗണ്ട് ഒക്കെ റിക്കവർ ആയി വരുന്നുണ്ട്. ഇടിയപ്പം ആവിയേറി വരുന്ന സമയം കൊണ്ട് സോയാബീൻ കറി നമുക്ക് സെറ്റ് ആക്കി എടുക്കാം. പാൻ ചൂടായപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. സോയാബീൻ ആദ്യം തന്നെ ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളത്തിലാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കുന്നത്. അതിൽ നിന്ന് വെള്ളം മുഴുവൻ പിഴിഞ്ഞ് കളഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇട്ടിട്ടാണ് മാരിനേറ്റ് ചെയ്തത്. ഇത് ഡീപ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട, എന്നാലും ഒരു കരിമുരു പോലെ ഇരിക്കട്ടോ. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അടുത്തൊരു ചീനച്ചട്ടി ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ച് തക്കാളിയും കറിവേപ്പിലയും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. പൊടികളായിട്ട് ഇനി ചേർത്ത് കൊടുക്കുന്നത് കശ്മീരി മുളക് പൊടി, സാദാ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, മീറ്റ് മസാലയൊക്കെയാണ് കേട്ടോ. ചേർത്ത് കൊടുത്ത പൊടികൾ കരിയാതെ നോക്കേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അതിലേക്ക് ഇനി വേവിച്ച് വെച്ച ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, സവാള, പച്ചമുളക് അതും കൂടിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സോയാബീനും കൂടി ചേർക്കണേ. എല്ലാം കൂടി ഒന്ന് മിക്സ് ആയി വരുന്ന സമയത്ത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടിയും ചേർത്ത് ഒരൊറ്റ തലയിൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൈയോടെ ഹയാസിന് പാക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് പറയണം കേട്ടോ.